LDFിൻ്റെ ഏക സീറ്റായിരുന്നു ആലപ്പുഴ. പക്ഷേ അവിടെ KC വേണുഗോപാലിനെ ഇറക്കി കോൺഗ്രസ് ഒരു ടൈറ്റ് ഫൈറ്റ് കൊണ്ടുവന്നു. ശോഭാ സുരേന്ദ്രൻ എത്തി NDAക്ക് വേണ്ടി അവസാന വോട്ടും ഉറപ്പിക്കുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി. ആലപ്പുഴയുടെ ഒരു ചിത്രം എങ്ങോട്ടായിരിക്കും? ആലപ്പുഴയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്തോടെ ഈ മണ്ഡലത്തിലെ മത്സരം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ വരവും KC വേണുഗോപാലിന്റെ വരവും കൂടിയാണ് ഒരു ത്രികോണ മത്സരത്തിന് ആലപ്പുഴയിൽ കളമൊരുങ്ങിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലും ഈ വീറും വാശിയും പ്രകടമായിരുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇവിടെ ചൂടുപിടിച്ചത്. എന്നാൽ ആരോപണം വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയുടെ സംഘടനാ നേതൃത്വവും മറ്റും തയ്യാറായില്ല. അത്തരത്തിലുള്ള ഒരു പിന്തുണ ശോഭയിൽ നിന്ന് കിട്ടിയില്ല. മാത്രമല്ല, ഈ ആരോപണത്തെ ചോദ്യം ചെയ്ത് KC വേണുഗോപാൽ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് ആ വിവാദത്തിന്റെ ഒരു അവസാനം വന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനം ശോഭാ സുരേന്ദ്രൻ ഈ ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി എന്ന തരത്തിലുള്ള ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസം വരെയും കത്തുനിന്നു. ഇന്നലെയും ശോഭ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും LDFിന്റെ സിറ്റിംഗ് സീറ്റാണ്. സംഘടനാപരമായും LDFിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് ആലപ്പുഴ. ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഹരിപ്പാട് ഒഴികെ എല്ലായിടത്തും LDFിനാണ് മേൽക്കൈ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് ജയിക്കുന്നു എന്നതിനപ്പുറം അല്ലാതെ ഹരിപ്പാടും LDFിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലമാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ്. എന്നിരുന്നാലും KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയോടുകൂടി LDFിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ആയിരുന്നിട്ടുകൂടി ഏറ്റവും ശക്തമായി പ്രചാരണം നടക്കുന്ന, സംഘടനാപരമായ ഒരുക്കങ്ങൾ നടന്ന ഒരു മണ്ഡലമായി UDFിനും കോൺഗ്രസിനും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ആലപ്പുഴ ആയിരിക്കും. അത്രയ്ക്കും സുസംഘടിതമായി ചിട്ടയോടുകൂടി ഏറ്റവും വെൽ ഓർഗനൈസ്ഡായി നടന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ് കോൺഗ്രസിൻ്റേത് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ AM ആരിഫിന് KC വേണുഗോപാലിൽ നിന്ന് ശക്തമായ വെല്ലുവിളിയുണ്ട്. LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് തന്നെ പറയാം. എങ്കിലും ശോഭ സ്ത്രീജനങ്ങൾക്കിടയിൽ, അത് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ തോതിലൊരു ഇളക്കമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞു. എന്നാൽ അവർ ഉൾപ്പെട്ട അവസാന ദിവസങ്ങളിലെ വിവാദങ്ങൾ അവരെ എങ്ങനെ ബാധിക്കുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ BJP 1,77,769 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ വൈകാരികമായ അന്തരീക്ഷത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയത്. ഇത്തവണ അതിനപ്പുറത്തേക്ക് കടന്നുള്ളൊരു വോട്ട് ശോഭ നേടുകയാണെങ്കിൽ രണ്ട് മുന്നണികൾക്കും അത് ഒരുപോലെ ദോഷകരമായി മാറും. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബിനിൽ, മോക്ക് പോളിംഗോട് കൂടിയാണ് ഈ പോളിംഗ് ബൂത്തുകൾ സജീവമാകുന്നത്.